എല്ലാ കാലഘട്ടങ്ങളിലും പാപത്തിൻ്റെ മ്ലേച്ഛത ലോകത്ത് കൊടികുത്തി വാഴുമ്പോൾ അതിൻ്റെ നടുവിൽ അതിനെതിരായി ദൈവകൃപയുടെ കൊടി ഉയർത്തുവാൻ തക്കവണ്ണം കാലാകാലങ്ങളിൽ ദൈവം അഭിഷക്ത സമൂഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലും ദൈവം അവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷക്ത തലമുറകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് വരെ ലോകം 2 തലമുറകളിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ശേത്തിൻ്റെ മകനായിരിക്കുന്ന ഏനോശിൻ്റെ തലമുറകൾ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമ്പോൾ, കോപത്തിൻ്റെ തലമുറയായിരിക്കുന്ന കയീൻ്റെ മകനായിരിക്കുന്ന പ്രതികാരത്തിൻ്റെ ലാമേക്കിൻ്റെ സന്തതികൾ മനുഷ്യ പരമ്പരയായി ഒരു ഭാഗത്ത് സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ അവർ തമ്മിൽ ഒരു വലിയ വേർപാടിൻ്റെ നടിച്ചുവറുണ്ടായിരുന്നു. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെന്ന് ഉച്ചത്തിൽ പറയുന്ന ഒരു വേർപാട്. എന്നാൽ നോഹയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള ബന്ധത്തിന് വലിയൊരു കൂട്ടായ്മ സംഭവിക്കുകയും വിശുദ്ധിയുടെ ബലം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ നടുവിൽ വിശുദ്ധിക്ക് വേണ്ടി നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവപ്രവർത്തിക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം ഒരു നോഹയെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്താൽ വന്ന ലോകത്തിൻ്റെ മേലുള്ള ന്യായവിധിയെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെയുള്ള ഒരു ദൈവത്തെക്കാട്ടിലും ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ പൂട്ടിയൊഴുകുന്ന കാളകൾ ഞങ്ങൾക്ക് ദൈവങ്ങളാണ്, ഞങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന സ്ത്രീരൂപങ്ങളെ ഞങ്ങൾ ദൈവങ്ങളാക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് സൂര്യോദയം നൽകുന്ന സൂര്യനെയും ചന്ദ്രനെയും ഞങ്ങൾ ദൈവരൂപങ്ങളാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് മനുഷ്യൻ തനിക്ക് തോന്നുന്ന സ്വന്തം ദൈവങ്ങളെ വിഗ്രഹങ്ങളിൽ കൂടി വാർത്തെടുത്ത് ദൈവനിഷേധികളായി ദൈവം ചിതറിച്ചു കളഞ്ഞിട്ടും ഊരിപ്പോകാതെ ബാബേൽ ഗോപുരത്തിൻ്റെ അടിവാരത്തിൽ പണിതീരാത്ത പട്ടണത്തിൽ താമസിച്ച കൽദയ പട്ടണത്തിലെ ദൈവനിഷേധികളുടെ നടുവിൽ നിന്ന് അബ്രഹാം എന്നൊരു മനുഷ്യനെ ദൈവം പേർ ചൊല്ലി വിളിച്ച് ഒരു വിശുദ്ധ തലമുറയെ വാർത്തെടുക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ദൈവ രാജ്യത്തിൻ്റെ മഹത്വം ദൈവജനത്തിൽ നിന്ന് അന്യപ്പെട്ടുപോയി. ദൈവത്തിൻ്റെ വചനം ദുർലഭവും ദർശനം ലഭ്യമാകാതെയും ഇരിക്കുന്ന കാലഘട്ടത്തിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യത്തക്കവണ്ണം ഒരു പ്രവാചകൻ എഴുന്നേറ്റതായിരുന്നു ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ. രാഷ്ട്രീയ നേതൃത്വം, അധികാര വൃന്ദം മ്ലേച്ഛതയുടെ കുഴിയിൽ താണുപോകുമ്പോൾ ദൈവനിഷേധികളായിരിക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാരെ ഊറ്റി വളർത്തുന്ന ആഹാബ്യ ശക്തികൾ ദേശത്ത് ഉയർന്നു വരുമ്പോൾ ആ ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പിൽ ഓടുവാൻ തക്കവണ്ണം ഒരഭിഷക്തനെ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നു, ഏലിയാവെന്ന്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ലോകത്തിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ പാപം കൊടികുത്തി വാഴുന്നെങ്കിലോ ദൈവകൃപയെ ഉയർത്തുവാൻ, ദൈവരാജ്യത്തെ ഉയർത്തുവാൻ, ദൈവ പദ്ധതികളെ ഉയർത്തുവാൻ ദൈവം ഒരു കൂട്ടത്തെ കണ്ടെത്തി മറച്ചു വെച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ന് രാത്രികാലം ഈ ദേശത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു സുവിശേഷ യോഗം സംഘടിപ്പിക്കപ്പെടുമ്പോൾ, കരവാളൂരിലൊരു റിവൈവൽ ഉണ്ടാകുമെന്ന് വിളിച്ചു പറയുമ്പോൾ, ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷക്ത വൃന്ദം ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈ സുവിശേഷത്തിൻ്റെ മാറ്റൊലിയെ പ്രതിധ്വാനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ നിയോഗത്തെ ഏറ്റെടുത്ത PYPയുടെ അഭിഷക്ത നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന പാസ്റ്റർ ഷിബിൻ അവർകൾ, ജസ്റ്റിൻ നെടുവേലിൽ അവർകൾ തുടങ്ങിയ എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്നേഹത്തോടെ ആദരവോടെ ആരാധനയുടെ നേതൃത്വം അലങ്കരിക്കുന്ന പാസ്റ്റർ ജോൺസൺ അടൂർ കൂടെയുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങളേവരും അനുഗ്രഹീതരായിരിക്കട്ടെ, ധന്യരായിരിക്കട്ടെ. ഈ രാത്രി കടുത്ത ഉഷ്ണത്തിൻ്റെ നടുവിലും ദൈവത്തെ സ്നേഹിച്ച് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ തക്കവണ്ണം, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇവിടെ ഈ അങ്കണത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ദൈവമക്കൾക്കും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും വീണ്ടും ഞാൻ വന്ദനം പറയുന്നു. ചാരത്തും ദൂരത്തുമായി ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദേശനിവാസികളെയും കർത്താവിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. വേഗത്തിൽ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഈ രാത്രികാലത്ത് നമ്മുടെ ധ്യാനത്തിനായി യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്ന ഈ സന്ധ്യാവേളയിൽ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവവചനത്തെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 42-ാം വാക്യം. എഴുന്നേൽപ്പീൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എഴുന്നേൽപ്പീൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യേശു കർത്താവ് പെസഹ ആചരിച്ച് പെസഹായിക്ക് അനന്തരം
സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഗത്സമനയുടെ പൂങ്കാവനത്തിൽ തൻ്റെ മുഴങ്കാലിൻ്റെ തഴമ്പ് പ്രാപിച്ച ആ പാറക്കൂട്ടങ്ങളിൽ ഒന്നിൽ പോയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ അരുമ ശിഷ്യന്മാരിൽ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. രാവേറെ ചെല്ലുമ്പോഴും പ്രാർത്ഥനയിൽ നിരതനായിരുന്ന ക്രിസ്തു അരുമ ശിഷ്യന്മാരിൽ 3 പേരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ ആ രാത്രി അവർക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ അർദ്ധരാത്രി താണ്ടുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥനയുടെ മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഉറങ്ങിക്കിടക്കുന്ന ശിഷ്യന്മാരുടെ അരികെ വന്നു നിന്ന് അവരെ തൊട്ടുണർത്തി വിളിച്ചു പറയുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എഴുന്നേൽപ്പീൻ, നാം പോക, എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ യേശു പറയുകയാണ്, എഴുന്നേൽക്ക, നമുക്ക് സഞ്ചരിക്കാം, നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് പറയുകയാണ്. എന്നാൽ ആ പശ്ചാത്തലം ഈ വാക്യത്തിന് യാതൊരു വിധത്തിലും അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗമല്ല. 3.5 വർഷത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയ്ക്ക് തിരശ്ശീല വീഴാൻ പോവുകയാണ്. യേശു കർത്താവ് എഴുന്നേൽക്ക്, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഹന്നാവിൻ്റെ കയ്യഫാവിൻ്റെ നേതൃത്വത്തിൽ യഹൂദ മത പൗരോഹിത്യ നേതൃത്വം യേശു കർത്താവിൻ്റെ പേരിനെ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട് നസറായ മതത്തെ ഉടച്ചു കളവാൻ തക്കവണ്ണ, നസറായ വിപ്ലവത്തെ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണ അവിടെ വലിയ ആശയങ്ങൾ ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിനെ വിസ്തരിപ്പാൻ തക്കവണ്ണ ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും ഹെരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയോ സന്നഹെദ്രിയും സംഘത്തിൻ്റെയും വിസ്താര സഭകൾ അവിടെ രാവേറെ ചെല്ലുമ്പോൾ ഉണർന്നു വരികയാണ്. അതിൻ്റെ നടുവിൽ യേശു പറയുകയാണ്, എഴുന്നേൽപ്പീൻ, നാം പോകാമെന്ന് പറയുകയാണ്. ഈ ഇരിക്കുന്ന ശിഷ്യന്മാരാകട്ടെ ഇന്നലെ വരെ ചിന്തിച്ചിരുന്നത് യഹൂദന് ഒരു രാജ്യം യഥാസ്ഥാനപ്പെടും, BC 500 തുടങ്ങി തകർന്നുപോയ യഹൂദന്റെ രാഷ്ട്ര സംവിധാനം പണിയപ്പെടും, റോമാക്കാരും ഗ്രീക്കന്മാരും നാടുവാഴികളെ വെച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഗവേണിംഗ് സിസ്റ്റത്തിനപ്പുറമായിട്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തൻ വീണ്ടും യഹൂദിയിൽ ജനിക്കുമെന്നുള്ള വാഗ്ദത്തത്തെ മീഖാ പ്രവാചകൻ ബേത്ലഹേമിനെ നോക്കി പ്രവചിച്ചതോ 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുമായ പ്രവാചക തിരുവെഴുത്തുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു ഈ ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാർ യേശു എഴുന്നേറ്റ് വരുമ്പോൾ നസറേത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന യേശുവിൻ്റെ പ്രവാചക ശബ്ദത്തിൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് പുരുഷാരത്തിലും ഈ ശിഷ്യഗണം ചിന്തിച്ചോ, ഇവനായിരിക്കും റോമ സാമ്രാജ്യത്തിൻ്റെ മേധാവിത്വത്തിൽ നിന്ന് ഏതാണ്ട് 5 നൂറ്റാണ്ടുകളായി രാജാവില്ലാതെ ചിതറിക്കിടക്കുന്ന യഹൂദനെ പണിതെടുത്ത് അവനൊരു രാഷ്ട്ര സംവിധാനം പണിത് നൽകുന്നത് ക്രിസ്തുവായിരിക്കുമെന്നാണ് അവർ ചിന്തിച്ചത്. അതുമാത്രമല്ല, ഒരാഴ്ച തികഞ്ഞിട്ടില്ല, ഹോസന്ന ദിനം കഴിഞ്ഞിട്ട് എരിഹോവിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ ഒലിവുമലക്കരികെ ബേത്ഫാഗയിൽ വെച്ച് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് തൻ്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ച് അവിടെ കെട്ടിയിരുന്ന കഴുതകളിൽ ഒന്നിനെ കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ടുവന്ന് ആ കഴുതയിൽ ആരോഹണം ചെയ്ത് യെരൂശലേമിൻ്റെ ദൈവാലയത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത രാജാവായിരിക്കുന്ന യേശുവിനെയാണ് അവരുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിനം വരെയോ കുരുത്തോലകൾ എന്തിയ ജനസമൂഹത്തിൻ്റെ നടുവിൽ വഴികളിൽ വീതികളിൽ വിരിക്കപ്പെട്ടതായ വസ്ത്രങ്ങളും വൃക്ഷത്തിന്റെ കൊമ്പുകളും കൊണ്ട് ഇവർ യെരൂശലേമിന്റെ രാജാവായി യേശു കരേറി വരുന്നുവെന്ന് പാടിയിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനോടക ആ ഹോസന്ന ദിനത്തിന് ശേഷം യേശു രഹസ്യമായി ഇവരോട് പറയുവാൻ തുടങ്ങി, നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ യഹൂദന്റെ രാജാവാകുകയില്ല, നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ യെരൂശലേമിൽ എൻ്റെ രാഷ്ട്രം സ്ഥാപിക്കുകയില്ല. പകരം ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു, അവർ അവനെ ക്രൂശിച്ചു കൊല്ലോ, 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. വാസ്തവത്തിൽ യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരുടെ മുൻപിൽ എല്ലാം അടഞ്ഞുവെന്ന് തോന്നുന്ന സമയമാണ്, എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന സമയമാണ്, എല്ലാം തീർന്നുവെന്ന് തോന്നുന്ന സമയമാണ്. നിരാശയുടെ കരിനിഴൽ അവരുടെ മേൽ വീഴുന്ന സമയമാണ്. അന്ന് വരെ അവർ ഹോസന്ന പാടിയ രാജാവ് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞവൻ തലേ രാത്രിയിൽ ചെയ്തത് ഭയങ്കര വിരോധാഭാസമാണ്. ഞങ്ങൾ പൂവിട്ട് പൂജിക്കേണ്ട രാജാവെന്ന് കരുതിയവൻ ഇതാ അരയിൽ ഒരു തോർത്തെടുത്ത് ചുറ്റി തങ്ങളുടെ കാലുകൾ കഴുകി ദാസനായി തീർന്നോ. അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞോ, ഇവൻ രാജാവല്ല, ഇവൻ ദാസനായി ഇറങ്ങി വന്നിരിക്കുന്നവനാണ്. ആകയാൽ ഇവർ ആശങ്കയിലാണ്. ജീവിതത്തിൽ എവിടെയോ എല്ലാം അവസാനിച്ചുവെന്ന് അവരുടെ അകതാരിൽ ശബ്ദമുയരുകയാണ്. എല്ലാം അവസാനിച്ചുവെന്ന് ചിന്താഭാരം അവരെ അലട്ടുന്ന വേളയിൽ യേശു കർത്താവ് അവരുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ്, ഈ എഴുന്നേൽക്ക്, നമുക്ക് പോകാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സ്നേഹിത, സഹോദര, ജീവിതത്തിൽ എവിടെയോ എല്ലാം അവസാനിച്ചുവെന്ന്
സാഹചര്യം നിന്നെ നോക്കി വിളിച്ചു പറയുമ്പോൾ കർത്താവ് ഈ രാത്രി നിന്നോട് പറയുകയാണ്, അവസാനിച്ചിട്ടില്ല, നീ ഒന്ന് എഴുന്നേക്ക്, നിനക്കിനി മുമ്പോട്ട് പോകുവാനുണ്ട്. ജീവിതത്തിൽ സാമ്പത്തികം തകരുമ്പോൾ, ജീവിതത്തിൽ ബന്ധങ്ങൾ അറ്റുപോകുമ്പോൾ, ജീവിതത്തിൽ സ്നേഹിതർ അറ്റുപോകുമ്പോൾ, ജീവിതത്തിൽ ഉടയവർ അകന്നു പോകുമ്പോൾ, എവിടെയൊക്കെയോ എല്ലാം തകർന്നു പോയി എന്ന്, അന്യപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ചിന്താഭാരത്തിനകത്ത് എൻ്റെ ജീവിതത്തിന്റെ അവസാനമാണിതെന്ന് കരുതുന്ന ഇടത്ത് ഇനിയും നിനക്ക് മുമ്പോട്ടൊരു പന്താവില്ലെന്ന്, ഇനിയും നിന്റെ കാലടികൾ മുമ്പോട്ട് ചലിക്കത്തില്ലെന്ന് മനുഷ്യൻ നിന്നെ നോക്കി വിരൽ ചൂണ്ടുമ്പോൾ ഈ രാത്രി കർത്താവ് പറയുന്നു, ഈ എഴുന്നേൽക്ക്, നിനക്ക് മുമ്പോട്ട് സഞ്ചരിക്കാനുണ്ട്. ഒരുപക്ഷെ ശരീരത്തിന്റെ ബലം തീർന്നതുകൊണ്ട്, ഒരുപക്ഷെ നിന്റെ ആന്തരിക അവയവങ്ങൾ നശിച്ചതുകൊണ്ട്, ഡയഗ്നോസിംഗ് റിപ്പോർട്ടുകൾ നിനക്ക് വിരോധമായി സംസാരിക്കുന്നത് കൊണ്ട്, ഒരുപക്ഷെ ടെക്നോളജിയും സയന്റിസ്റ്റുകളോ നിന്റെ റിപ്പോർട്ടുകൾ കണ്ടിട്ട് ഇനിയും നിനക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഇടത്ത് നിനക്കൊരു പക്ഷെ തോന്നിയേക്കാം എല്ലാം അവസാനിച്ചുവെന്ന്. എന്നാൽ ഈ രാത്രി കർത്താവ് നിന്റെ അരികത്ത് വന്ന് പറയുകയാണ്, ഇല്ല, നീ എഴുന്നേൽക്ക്, നമുക്ക് പോകാം. മനുഷ്യൻ നിന്റെ മുൻപാകെ ഇട്ട ഫുൾ സ്റ്റോപ്പിന്, ലോകം നിന്റെ മുൻപാകെ ഇട്ട ഫുൾ സ്റ്റോപ്പിന്, ചരിത്രം നിന്റെ മുൻപാകെ ഇട്ട ഫുൾ സ്റ്റോപ്പിന്, ശരീരത്തിന്റെ ബലഹീനത നിനക്ക് മുമ്പാകെ ഇട്ട ഫുൾ സ്റ്റോപ്പിനപ്പുറം കർത്താവ് പറയുകയാണ്, നീ എഴുന്നേൽക്കണം, ഞാൻ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച, ഒരു രാത്രി മുഴുവൻ ഉപവസിച്ച മനുഷ്യരോടല്ല യേശു കർത്താവ് ഇത് പറയുന്നത്. പകരം രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കവിണ്ണു വീണ് കിടന്നുറങ്ങിയവരെ നോക്കിയിട്ട് യേശു പറയുകയാണ്, നീ എഴുന്നേൽക്ക്, ഞാൻ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന്. നമ്മുടെ ഇടയിലൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെയൊക്കെ ഉപവാസം കൊണ്ടുമാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയതെന്ന്. പക്ഷേ ഒരു പരമാർത്ഥം ഞാൻ പറയാ, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രാപിച്ചതിനെ കാട്ടിലോ, എന്റെയും നിങ്ങളുടെ ഉപവാസം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചതിനെ കാട്ടിലോ 1000 ഇരട്ടി വലുതാണ് ദൈവത്തിന്റെ കരുണ കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട്, ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട്, ദൈവത്തിന്റെ മനസ്സലിവ് കൊണ്ട്, ദൈവത്തിന്റെ കരുണ കൊണ്ട് ഞാനും നിങ്ങളും പ്രാപിച്ചത്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട് ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ചതിനെ കാട്ടിലും 1000 ഇരട്ടി എന്റെ ദൈവം എനിക്ക് കൃപ തോന്നി തന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനയാൽ ഞാൻ അനുഭവിക്കുന്ന നന്മകളെ കാട്ടിലോ 1000 ഇരട്ടി എന്റെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. യേശു കർത്താവ് അവരോട് പറഞ്ഞു, എഴുന്നേൽക്ക്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭാഗമല്ല. യേശു അവരോട് പറയുകയാണ്, എഴുന്നേൽക്ക്, നമുക്ക് പോകാമെന്ന്, എഴുന്നേൽക്ക്, നമുക്ക് പോകാമെന്ന്. എന്നാൽ എന്താണ് ഈ പറഞ്ഞവൻ എന്താണ് സംഭവിച്ചത്? 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ എഴുന്നേൽക്ക്, നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് യേശു പറയുന്നതിന്റെ കാരണം? എടാ, നീ എഴുന്നേറ്റ് പൊക്കോളാനല്ല പറഞ്ഞത്, ലെറ്റ് us go. നീ പൊക്കോളാനല്ല പറഞ്ഞത്, നമുക്ക് പോകാം. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, ജീവിതത്തിന്റെ യാത്രയിൽ എവിടെയോ ഞാൻ നിന്നെ തനിച്ചു വിടത്തില്ല. നീ ഒന്ന് എഴുന്നേറ്റാൽ നീ തനിയെ പോകേണ്ടി വരത്തില്ല. ഞാൻ നിന്നോടുകൂടെ ഇരിക്കുക. തീയിൽ കൂടി കടന്നാൽ ലെറ്റ് us go. തീയിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. നദികളിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. മരുഭൂമിയിൽ കൂടി നീ നടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. വനാന്തരങ്ങളിൽ കൂടി നീ നടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ദാവീദ് ദുർഗങ്ങളിൽ പാർത്തപ്പോൾ അവനോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ, ഇസ്രായേൽ മരുഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ അവനോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ, യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവനോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ, ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ ഇരുന്നപ്പോൾ അവനോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ, ഈ അഗ്നിയുടെ നടുവിൽ 4-മനായി ഞാൻ എഴുന്നള്ളി നടന്നതുപോലെ നിന്റെ ജീവിതയാത്രയിൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നിന്റെ ദുർഘടങ്ങളുടെ നടുവിൽ യേശു പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നിന്റെ കാലുകൾ ഇടറുമ്പോൾ യേശു പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നിന്റെ ബലം നഷ്ടപ്പെടുമ്പോൾ യേശു പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നിന്റെ സ്നേഹിതർ വിട പറയുമ്പോൾ, നിന്റെ ഉറ്റവർ നിന്നെ കണ്ട് വഴിമാറുമ്പോൾ യേശു പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എഴുന്നേൽക്ക്, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. യേശു പറഞ്ഞത് കേൾക്കാൻ സുഖം, യേശു പറഞ്ഞത് കേൾക്കാൻ കൊള്ളാം. പക്ഷേ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ആളിനെ നാട്ടുകാർ കുരിശിന്മേ കയറ്റിക്കൊന്നു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ ക്രൂശിന്മേൽ തൂക്കിക്കൊന്നു. യേശു എലോഹി
എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഞാൻ ചോദിക്കട്ടെ, കൂടെ വരാമെന്ന് പറഞ്ഞവനെ ക്രൂശിച്ചില്ലേ? കൂടെ വരാമെന്ന് പറഞ്ഞവനെ തൂക്കിക്കൊന്നില്ലേ? കൂടെ വരാമെന്ന് പറഞ്ഞവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിയില്ലേ? ഇനി എങ്ങനെയാ അവൻ കൂടെ വരുന്നത്? ഇനി എങ്ങനെയാ അവൻ കൂടെ വരുന്നത്? ഇല്ല സഹോദരങ്ങളെ, മരണത്തിന് അവന്റെ സാന്നിധ്യത്തെ തടുക്കാൻ കഴിയത്തില്ല. ക്രൂശിന് അവന്റെ സാന്നിധ്യത്തെ തടുക്കാൻ കഴിയത്തില്ല. പീലാത്തോസിന്റെ റോമൻ വിധിക്ക് അവന്റെ സാന്നിധ്യത്തെ തടക്കാൻ കഴിയത്തില്ല. സന്നഹദ്രി സംഘത്തിന്റെ വിധികൾക്ക് അവന്റെ സാന്നിധ്യത്തെ തടക്കാൻ കഴിയത്തില്ല. ഹന്നാവും കയ്യഫാവും കൈകോർത്താലോ അവന്റെ സാന്നിധ്യത്തെ തടുക്കാൻ കഴിയത്തില്ല. യേശു മരിച്ചു. എന്നാൽ മൂന്നാം നാൾ യേശുവിന്റെ കല്ലറവാതിൽക്കൽ ചെന്ന സ്ത്രീകളുടെ അടുക്കൽ യേശു പറഞ്ഞു, നീ പോയി എന്റെ ശിഷ്യന്മാരോട് പറ, ഞാൻ ഗലീലയിൽ വെച്ച് അവരെ കണ്ടുമുട്ടുമെന്ന്. ഞാൻ അവനെ അനാഥനായി വിടുകയില്ല. ഈ രാത്രി കർത്താവ് നിന്നോട് പറയുകയാണ്, നീ ജീവിതത്തിൽ തനിയെ നടക്കേണ്ടി വരത്തില്ല. നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വരത്തില്ല. നീ ജീവിതത്തിൽ അനാഥനായി തീരുകേണ്ടി വരികയില്ല. യേശു നിന്നോടുകൂടെ ഇരിക്കുക. ഈ രാത്രി അവൻ നിന്റെ കരം പിടിച്ചിട്ട് പറയുകയാണ്, വരിക, നമുക്ക് മുമ്പോട്ട് പോകാം. വരിക, നമുക്ക് മുമ്പോട്ട് പോകാം. ഒരപ്പൻ മകന്റെ കൈ പിടിക്കുന്നത് പോലെ, ഒരു ജീവിത സഖി ചേർത്ത് പിടിക്കുന്നത് പോലെ, ഒരു സ്നേഹിതൻ നടക്കുന്നത് പോലെ യഹോവ നിനക്ക് മുൻപടയും പിൻപടയുമായി അവൻ നിന്നോടുകൂടെ വരും. 6 ലക്ഷം പുരുഷന്മാരെ ഭരിച്ച മോശയുടെ അടുക്കൽ ഞാൻ ചോദിച്ചു, മോശേ, ഈ ജീവിതയാത്രയിൽ ആരായിരുന്നു നിന്നോട് ചേർന്ന് നിന്നത്? അഹരോനാണോ, മിരിയാമാണോ? ആരാണ് മോശേ നിനക്ക് സഹായമായിരുന്നത്? അതോ ഭാര്യ സിപ്പോറയാണോ? ആരാണ് നിനക്ക് എല്ലാ കാലവും തുണയായി നിന്നത്? മോശേ എന്നോട് പറഞ്ഞു, അഹരോൻ എനിക്ക് നല്ല സഹോദരനായിരുന്നു, മിരിയാം എനിക്ക് നല്ല സഹോദരിയായിരുന്നു, സിപ്പോറ എനിക്ക് നല്ല ഭാര്യയായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ വഴിവീതികളിൽ അവർ പലപ്പോഴും എന്നെ ഇട്ടിട്ട് പോയി. എന്നാൽ ഓരേബിന്റെ മുൾപടർപ്പ് തുടങ്ങി നെബോയുടെ പർവ്വതത്തിൽ പിസ്ഗായുടെ കൊടുമുടിയിൽ എത്തും വരെ ഞാൻ അറിഞ്ഞ ഒരു സാന്നിധ്യമുണ്ട്. എന്നെ വിളിച്ചവന്റെ സാന്നിധ്യം ഹോരേബിലെ മുൾപടർപ്പിൽ നിന്ന് മോശേ മോശേ എന്ന് വിളിച്ച ആ ശബ്ദം എന്റെ മരണദിനത്തിൽ നെബോയുടെ പർവ്വതത്തിൽ പിസ്ഗായുടെ കൊടുമുടിയിൽ വരെ ഞാൻ ആ ശബ്ദം കേട്ടു. എന്റെ ആയുസ്സിൽ ഒരു നാളും അവൻ എന്നെ അനാഥനായി വിട്ടിട്ടില്ല. ചെങ്കടലിലും മാറയിലും കാദേശിലും മരുഭൂമിയിലും അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. യേശു ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, നമുക്ക് മുമ്പോട്ട് പോകാം. പറഞ്ഞ വാക്ക് യേശു പാലിച്ചു. എങ്ങനെയാണ് യേശു പാലിച്ചത്? അതിന്റെ ചരിത്രത്തിലേക്ക് വരാം. 2 ശിഷ്യന്മാർ സംശയാലുക്കളായി എമ്മവസിലേക്ക് പോവുകയാണ്. 2 ശിഷ്യന്മാർ സംശയത്തോടെ എമ്മവസിലേക്ക് പോവുകയാണ്. എന്നാൽ യേശു അവരോട് ചേർന്ന് നടന്നു. അത് വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ്. എമ്മവസിലേക്ക് നിനക്ക് തനിയെ പോകാൻ കഴിയത്തില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ നടക്കും. ഗലീലയിൽ ഭയപ്പെട്ട് അടച്ചിട്ട മുറിയിൽ ഇരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ചെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. യേശു കർത്താവേ, പിന്മാറ്റത്തിന്റെ തിബരിയാസ് കടൽ തീരത്ത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എനിക്ക് മനുഷ്യരെ പിടിക്കാൻ ഇനി കഴിയത്തില്ല. ഞാൻ പിന്മാറ്റത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് പത്രോസ് സഹശിഷ്യന്മാരെ കൂട്ടി തിബരിയാസിലേക്ക് കടന്നു പോകുമ്പോൾ യേശു അവിടെയോ കടന്നു ചെന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അവൻ നിന്നോട് കൂടെ വരുമെന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ എമ്മവസിലോ ഭയത്തിന്റെ ഗലീലയിലോ ഭയത്തിന്റെ ഗലീലയിലോ പിന്മാറ്റത്തിന്റെ തിബരിയാസിലോ പീഡയുടെ പത്മോസിലോ അവൻ ഇറങ്ങി വരോ. ഞാൻ ആവർത്തിക്കട്ടെ, അവൻ നിന്നോടുകൂടെ വരാമെന്ന് പറഞ്ഞാൽ അവൻ ഭയത്തിന്റെ ഗലീലയിലോ സംശയത്തിന്റെ എമ്മവസിലോ പിന്മാറ്റത്തിന്റെ തിബരിയാസിലോ പീഡയുടെ പത്മോസിലോ അവൻ നിന്നോടുകൂടെ ഇരിക്കോ. ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലോ ജീവിതത്തിന്റെ ഒരു വഴിവീഥികളിലോ അവൻ നിന്നെ ഏകനായി വിടുകയില്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എഴുന്നേറ്റു, നീ പോകാവുന്നിടത്തോളം പോടാ. ഇങ്ങനെയല്ല കർത്താവ് പറഞ്ഞേ. എഴുന്നേറ്റ് നീ ഒന്ന് നടന്നു നോക്കടാ. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. എഴുന്നേൽക്ക്, നമുക്ക് സഞ്ചരിക്കാം. നീ ബലഹീനപ്പെട്ടാൽ ഞാൻ കൂടില്ലേ? നീ അധൈര്യപ്പെടുന്നത് എന്തിനാ? ഞാൻ കൂടില്ലേ? നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ കൂടില്ലേ? കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാൽ
ഞാൻ നിന്റെ കാലിനൊരു ദീപവും പാതയ്ക്കൊരു വെളിച്ചവുമായിരിക്കും. ജീവിതത്തിൻ്റെ ദുർഘടങ്ങൾ വന്മലകളായി നിന്റെ മുമ്പാകെ വരുമ്പോൾ ഞാൻ നിന്റെ കൂടെ നിന്ന് നിന്റെ നരിയാണികളെ ഉറപ്പിക്കുക. ഞാൻ നിന്റെ കാലുകളെ മാൻപയുടെ കാലിന് തുല്യമാക്കുക. ആ പർവ്വതത്തിൽ എവിടെയും നീ ഇടറി വീഴത്തില്ല. അതിൻ്റെ ഗിരികളിൽ ഒരു മാനിനെ പോലെ നീ കയറി നിന്ന് തല ഉയർത്തോ. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ നോട്ട് ലീവ് യു കംഫർട്ട്ലെസ്. ഞാൻ നിന്നെ അനാഥനായി, ഞാൻ നിന്നെ സ്വസ്ഥതയില്ലാത്തവനായി വിടുകയില്ല. യേശു പറയുകയാണ്, എഴുന്നേൽക്ക, നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് യേശുവിൻ്റെ ശബ്ദം? യേശു ഇവിടെ തിരുവായി മൊഴിയുകയാണ്, എഴുന്നേൽപ്പി, നമുക്ക് പോകാം. യേശുവിൻ്റെ അടുക്കൽ ഞാൻ ചെന്നിട്ട് ചോദിച്ചോ, കർത്താവേ, എനിക്കും ആഗ്രഹമുണ്ട് അനേകരെ എഴുന്നേൽപ്പിക്കണമെന്ന്. നീ പറഞ്ഞില്ലേ എഴുന്നേൽക്കാൻ? എനിക്കും ആഗ്രഹമുണ്ട് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കണമെന്ന്. യേശു എൻ്റെ അടുക്കൽ പറഞ്ഞു. ഞാൻ എപ്പോഴാണ് അത് പറഞ്ഞതെന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ശ്രദ്ധിച്ചു. യേശു കർത്താവ് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി ദൈവേഷ്ടത്തിനായി നിലമ്പാട് വീണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ യേശു കർത്താവ് അവരനോട് പറഞ്ഞു, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാരോട് ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനെ മറ്റുള്ളവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയോ? പ്രാർത്ഥിക്കുന്നവനെ മറ്റുള്ളവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയോ? രോഗം കൊണ്ട് വീണുപോയവനായിരുന്നാലോ, കഷ്ടത കൊണ്ട് വീണുപോയവനായിരുന്നാലോ, പ്രാർത്ഥിക്കുന്നവന് മറ്റുള്ളവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയോ? എൻ്റെ യേശു കാണിച്ചു തന്ന മാർഗം അതാണ്. യേശു പ്രാർത്ഥിച്ച് കടന്നു വന്നിട്ട് ജീവിതത്തിൻ്റെ നിരാശയുടെ അകത്തട്ടിൽ എവിടെയോ കാലിടറി വീണുപോയവനെ നോക്കിയിട്ട് പറയുക, നീ എഴുന്നേൽക്ക്, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ലോകം മുഴുവനും നീ എഴുന്നേക്കത്തില്ലെന്ന് പറയുമ്പോൾ, നിന്നെ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ, ഈ രാത്രി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു ഭാഗമുണ്ട്, അവൻ വീണു ഇനി എഴുന്നേൽക്കയില്ല എന്ന്. ലോകം എന്നെ കുറിച്ച് പറയുന്നു, അവൻ വീണു ഇനി എഴുന്നേൽക്കയില്ല എന്ന്. അവൻ വീണു ഇനി എഴുന്നേൽക്കയില്ലെന്ന് ലോകം അവനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അരുമനാഥൻ തിരികെ പറഞ്ഞു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലം പരിചാകയില്ല. ഞാൻ ഒരുത്തൻ സ്വർഗത്തിലിരിപ്പുണ്ട്, I will rise him. ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി വിശ്വസിക്കുക സഹോദര, നീ ഇനി ആയുസ്സിൽ എഴുന്നേക്കത്തില്ലെന്ന്, നീ ഇവിടം കൊണ്ട് തീർന്നെന്ന്, നിന്റെ കഥ കഴിഞ്ഞെന്ന് ലോകം പറയുമ്പോൾ സ്വർഗം മുകളിലിരുന്ന് പറയുക, നീ 7 പ്രാവശ്യം വീണാല് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി വീഴ്ചകളെ നോക്കിയിട്ട് പറ, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. താഴ്ചകളെ നോക്കിയിട്ട് പറ, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രി ദേശത്തിൻ്റെ നടുവിൽ സ്വർഗം ചിലരോട് വ്യക്തിപരമായി പറയുക, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. സ്വർഗം ഇതിനകത്തു ചിലരെ എഴുന്നേൽപ്പിക്കുകയാ. സ്നേഹിത സഹോദര, നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ, നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പത്രോസിൻ്റെ കൈകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. പത്രോസിൻ്റെ കാലുകൾ ആമത്തിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താണ് ആമവും കൈയും കാലും കൂടെ ബന്ധിച്ചിരിക്കുന്നത്? സ്തോത്ര. കൈ ഊന്നി അവൻ എഴുന്നേക്കാൻ പരിശ്രമിക്കുക പോലും ചെയ്യരുത്. കാലുകൾ ഒരിക്കലും ഇവൻ്റെ ഉപ്പൂറ്റി ഇവൻ്റെ കാൽപാദങ്ങൾ ഭൂമിമേൽ ഊന്നരുത്. കാലുകൾ ആമത്തിലിട്ടിരിക്കുക. അവനെ നോക്കി ലോകം പറയുക, നിന്നെ ഞങ്ങൾ എഴുന്നേക്കാൻ സമ്മതിക്കത്തില്ല. നീ കൈ ഊന്നിയാലല്ലേ എഴുന്നേക്കുന്നത്? ഇല്ല, നിന്റെ കൈകളെ ഞങ്ങൾ ബന്ധിക്കുക. നീ കാലൂന്നിയാലല്ലേ എഴുന്നേക്കുന്നത്? ഇല്ല, നിന്റെ കാലുകളെ ഞങ്ങൾ ആമത്തിലിട്ട് പൂട്ടോ. റോമാ സാമ്രാജ്യത്തിന്റെ ഇരുമ്പഴികൾക്കുള്ളിൽ കയ്യും കാലും ബന്ധിക്കപ്പെട്ടവനായി ചേവകരുടെ നടുവിൽ പത്രോസ് കിടന്നുറങ്ങുന്ന ആ രാത്രിയിൽ സ്വർഗം തുറന്ന് ദൂതൻ ഇറങ്ങി വന്നിട്ട് പത്രോസിനെ തൊട്ടിയിട്ട് പറഞ്ഞു, പത്രോസ് നീ എഴുന്നേൽക്കെന്ന് പറഞ്ഞു. പത്രോസ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണോ, ദൈവമേ, എൻ്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുക, ഞാൻ എങ്ങനെ എഴുന്നേൽക്കാം? പക്ഷെ ദൂതന്റെ വാക്കിന് പത്രോസ് കൈകൾ ചലിപ്പിച്ചപ്പോൾ പത്രോസ് ഒരു കാര്യം അറിഞ്ഞോ, അവന്റെ ചങ്ങലകൾ തകർന്നിരിക്കുന്നു, അവന്റെ ആമത്തിന്റെ പൂട്ടുകൾ പൊട്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി നീ എഴുന്നേൽക്കാതെ വേണ്ട. ശത്രു നിനക്കെതിരെ കെട്ടിയ ചങ്ങലകളും ശത്രു നിനക്കെതിരെ പണിത ആമങ്ങളും രാത്രി in the name of Jesus, in the name of Jesus, we proclaim the resurrected Christ. ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മരണത്തിന്റെ കല്ലറകളെ തുറന്ന് പുറത്തു വന്ന് യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക. ശാപത്തിന്റെ ചങ്ങലകൾ, മരണത്തിന്റെ ചങ്ങലകൾ, രോഗത്തിന്റെ ചങ്ങലകൾ, പൈശാചിക ആമങ്ങൾ തകരട്ടെ.
ഈ രാത്രി നിന്റെ കൈകളിൽ നിന്ന് ചങ്ങല താഴെ വീഴോ. ഈ രാത്രി നിന്റെ കാലുകൾ ആമത്തിൽ നിന്ന് പുറത്തു വരോ. നീ എഴുന്നേറ്റ് നിൽക്കോ. നിന്നെ പൊക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, നിന്റെ ഭാവി തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഈ രാത്രി ദൂതനിറങ്ങുകയാ. നിന്റെ ഇരുമ്പഴികൾക്കകത്ത് ദൂതനിറങ്ങുകയാ. യെസ്, അൺലോക്കിംഗ് ദ ലോക്സ്, ബ്രേക്കിംഗ് ദ ചെയിൻസ്, breaking the chains, unlocking the locks. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി നിന്റെ ജീവിതത്തിൽ എവിടെയാണെങ്കിലോ ഈ വെളിപ്പാടിനെ അപ്ലൈ ചെയ്. നിന്റെ ആത്മീയ മേഖലയ്ക്കകത്തായിരുന്നാല്, നിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്തായിരുന്നാല്, കുഞ്ഞ് നിന്റെ വിദ്യാഭ്യാസത്തിലായിരുന്നാലോ ഈ വെളിപ്പാടിനെ നീ അപ്ലൈ ചെയ്യ്. Right now, ഇപ്പോൾ തന്നെ ചങ്ങല അഴിയുന്നത്, ആമങ്ങൾ പകരുന്നത്, ഹീലിംഗ്, ഡെലിവറൻസ്, റിഡംഷൻ in the name of Jesus. We proclaim the resurrected Christ. ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. Holy Spirit, നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ അനേകർക്കൊരു ഭാരമാ. നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ അനേകർക്ക് ഒരു ഭാരമാ. നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ അനേകർക്കൊരു ഭാരമാ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. യേശു കഫർന്നഹൂമിൽ ശുശ്രൂഷിക്കുകയാണ്. യേശു വീട്ടിലുണ്ടെന്ന് നാട്ടിലെങ്ങും ശ്രുതിയായി. ജനം മുഴുവൻ വീട്ടിലേക്ക് ഓടിക്കൂടി യേശുവിനെ ഒന്ന് കാണാൻ, യേശുവിനെ ഒന്ന് തൊടാൻ, യേശുവിങ്കിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ. ഹോളി സ്പിരിറ്റ്, യേശുവിനെ കാണാൻ ജനം ഓടിക്കൂടി. എന്നാൽ അവിടെ അതിൻ്റെ സമീപത്തൊരിടത്തു നിന്ന് ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്നു. സ്തോത്ര. അവന് എഴുന്നേക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ്. എഴുന്നേക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്നറിയാമോ? 4 പേര് ചുമ്മിക്കൊണ്ട. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ അനേകർക്കൊരു ഭാരമായി തീരോ. നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ അനേകർക്കൊരു ഭാരമായി തീരോ. കുഞ്ഞെ, നിന്റെ വിദ്യാഭ്യാസത്തിലെ വീഴ്ചയിൽ നീ എഴുന്നേറ്റില്ലെങ്കിൽ, കുഞ്ഞെ നിന്റെ സ്വഭാവത്തിലെ വീഴ്ചയിൽ നീ എഴുന്നേറ്റില്ലെങ്കിൽ, യൗവനക്കാരാ നിന്റെ പാപത്തിന്റെ വീഴ്ചയിൽ നിന്ന് നീ എഴുന്നേറ്റില്ലെങ്കിൽ, നിന്റെ സാമ്പത്തിക വീഴ്ചയിൽ നിന്ന് നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ അനേകർക്കൊരു ഭാരമാകാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുക. നീ ഇനി ആർക്കും ഒരു ഭാരമാകരുത്. നിന്റെ അപ്പന് നീ ഒരു ഭാരമാകരുത്. നിന്റെ അമ്മയ്ക്ക് നീ ഒരു ഭാരമാകരുത്. നിന്റെ അയൽക്കാർക്ക് നീ ഒരു ഭാരമാകരുത്. നിന്റെ സഹോദരങ്ങൾക്ക് നീ ഒരു ഭാരമാകരുത്. ഈ രാത്രി കർത്താവ് ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുകയാ. ഈ ശബ്ദവീചികൾക്കകത്ത് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. നീ നാടിനും നാട്ടുകാർക്കും ഇനി ഒരു ഭാരമല്ല. നീ നാടിനും നാട്ടുകാർക്കും ഇനി ഒരു ഭാരമല്ല. You will not be a burden for someone. നീ ആർക്കും ഒരു ഭാരമാകത്തില്ല. ഇന്ന് രാത്രി ദൈവം ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കുകയാ. കാരണം നീ ഇനി ആർക്കും ഒരു ഭാരമാകരുത്. അപ്പോൾ തന്നെ ഞാൻ അതിന്റെ മറുവശം പറയട്ടെ. ഇന്ന് രാത്രി നിന്റെ മനസ്സിൽ നീ ആരെയോ ചുമ്മിക്കൊണ്ട് വന്നിരിക്കുക. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ നീ ആരെയോ ചുമ്മിക്കൊണ്ട് വന്നിരിക്കുക. ഈ രാത്രി ഇവിടെ നിന്ന് നീ ഇറങ്ങി പോകുമ്പോൾ ഇനിയും നിന്നെ അവന്റെ ഹൃദയത്തിൽ ചുമ്മത്തില്ല. ഇനിയും നിന്നെ അവന്റെ തലയിൽ ചുമ്മത്തില്ല. കർത്താവ് അവളെ എഴുന്നേൽപ്പിക്കുക. നിന്റെ മനസ്സിനകത്ത് ഭാരമായിരിക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് ഭാരമായിരിക്കുന്ന വിഷയത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. It will not be a burden for you. ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. 4 പേർ ചുമ്മിക്കൊണ്ട്. ഞാൻ പക്ഷപാതക്കാരൻ്റെ അടുക്ക ചോദിച്ചു, എന്നും 4 പേര് ചുമ്മുവോ? അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞില്ല. ആദ്യമൊക്കെ പക്ഷാഘാതത്തിൻ്റെ ആരംഭത്തിലൊക്കെ ഒരാളൊന്ന് കൈപിടിച്ചാൽ മതിയായിരുന്നു, ഞാൻ നടക്കുമായിരുന്നു. പക്ഷെ പ്രശ്നം കൂടിയപ്പോൾ പിന്നെ 2 പേര് പിടിക്കണമെന്നായി. കുറച്ചും കൂടെ കഴിഞ്ഞപ്പം കിടപ്പിലായി. ഒന്ന് നൂത്തിരുത്തണമെങ്കിൽ 4 പേര് വേണമെന്നായി. ഞാൻ ആദ്യം ഒരാൾക്കായിരുന്നു ഭാരം, ഇപ്പം നാട്ടുകാർക്ക് മൊത്തം ഭാരമാണ്. 4 പേർക്ക് ഭാരമാണ്. യേശു കർത്താവ് അവൻ്റെ അടുക്കൽ പറഞ്ഞു, നീ നിന്റെ കിടക്കയെടുത്ത്
വീട്ടിൽ പോക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇനി നീ മാത്രമല്ല, നിന്റെ കിടക്ക പോലും ആർക്കും ഭാരമാകരുത്. നീയും ഇനി ആർക്കും ഭാരമാകരുത്. നിന്റെ കിടക്ക പോലും നീ ഒരാൾക്ക് ഭാരമാക്കരുത്. നീയും ഭാരമാകത്തില്ല, നിന്റെ കുടുംബം ഭാരമാകത്തില്ല, നിന്റെ മക്കൾ ഭാരമാകത്തില്ല. ഈവൻ നിന്റെ സ്നോറിങ് പോലും വേറൊരാൾക്ക് ഭാരമാകത്തില്ല. നിന്റെ സ്വസ്ഥത വേറൊരുത്തന് ഭാരമാകത്തില്ല. യേശു പറഞ്ഞോ, നീ ഇനി ആർക്കും ഒരു ഭാരമാകരുത്. നീ എന്നല്ല, നിന്റെ കിടക്ക പോലും ഭാരമാകരുത്. സ്തോത്ര. യേശു ഇങ്ങനെ വ്യക്തമായിട്ട് ഇവനെ എഴുന്നേൽപ്പിക്കാൻ ഒരു കാരണമുണ്ട്. എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോക എന്ന് കർത്താവ് അങ്ങനെ വ്യക്തമായിട്ട് പറയാനൊരു കാരണമുണ്ട്. എന്താണ്? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് യേശു പറയുന്നത്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് വീട്ടിൽ പോകാൻ. പക്ഷേ അതിനു മുമ്പിൽ ഒരു സംവാദം നടക്കുന്നുണ്ട്. ആ സംവാദത്തിന്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പറയുന്നു, നീ എഴുന്നേൽക്ക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം അവന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. ഇന്ന് രാത്രി പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ള യേശു ഇതിനകത്ത്. സഹോദരങ്ങളെ, ലോകത്തിലെ സകല ഭരണഘടനകൾക്ക് പാപത്തെ ശിക്ഷിപ്പാൻ അധികാരമുണ്ട്. പാപിയെ ശിക്ഷിപ്പാൻ ലോകത്തിന് അധികാരമുണ്ട്. നിയമവ്യവസ്ഥയ്ക്ക് പാപിയെ ശിക്ഷിപ്പാൻ അധികാരമുണ്ട്. കേരളത്തിലെ കോടതികൾക്കും ഡൽഹിയിലെ സുപ്രീം കോർട്ടിനോ പാപിയെ ശിക്ഷിപ്പാൻ അധികാരമുണ്ട്. പക്ഷേ ഒരു പാപിയെ രക്ഷിപ്പാൻ ലോകത്തിലെ ഒരു നിയമവ്യവസ്ഥയ്ക്കോ ലോകത്തിലെ ഒരു രാജ്യത്വത്തിന് ശക്തിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്, ദൈവരാജ്യത്തിന് നിന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാല്, അത് പഞ്ഞി പോലെ കാർമേഘം പോലെ ഇരുണ്ടതായിരുന്നാല്, അത് ഹിമം പോലെ നിർമ്മലമായി ഈ രാത്രി യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി, യേശുവിൻ്റെ കാൽവറിയിലേക്ക് നോക്കി നിന്റെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ ഈ രാത്രി അവൻ നിന്റെ പാപങ്ങളെ മോചിക്കുക. യേശു കർത്താവിനെ നടന്നു പോകുന്നത് കണ്ട് യോഹന്നാൻ എന്ന സമകാലികൻ ഇപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശു കർത്താവ് കാൽവറിയിലേക്ക് മരക്കുരിശും ചുമന്നു പോകുന്നത് കണ്ടിട്ട് അരിമശിഷ്യൻ പത്രോസ് പിൽക്കാലത്ത് സഭയോട് ഇങ്ങനെ എഴുതി, അവൻ ഒരു മരക്കുരിശല്ല ചുമന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹല്ലേലൂയ. ആ യേശുവിനോട് ചേർന്ന് നടന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി വെച്ചോ, ദൈവപുത്രനായ യേശുവിന്റെ രക്തം കുരിശിന്റെ ചുവട്ടിലിരുന്ന് അവസാന ചങ്കിലെ രക്തം വരെ ഒഴുകുന്നത് ഈ യോഹന്നാൻ കണ്ടതാണ്. ഗത്സമനയിലെ പൂങ്കാവനത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ച യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തമാകുന്നത് കണ്ടവനായി യോഹന്നാൻ പീലാത്തോസിന്റെ അരമനയുടെ മുമ്പാകെ കുറ്റം വിധിക്കപ്പെട്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ട് തലയിൽ മുൾക്കിരീടം വെച്ച് താടിരോമങ്ങൾ പിച്ചിപ്പറിച്ച് മുഷ്ടി കൊണ്ട് മുഖം ഇടിച്ച് പുറമുഴവുചാൽ പോലെ കീറി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന യേശുവിനെ കണ്ടവനായി യോഹന്നാൻ ഗബത്തയുടെ കൽത്തളത്തിൽ നിന്ന് ഗോൽഗോത്തയുടെ ഗിരിമുകളിലേക്ക് കുരിശും ചുമന്ന് രക്തം വാർന്ന് നടന്നുപോയ ക്രിസ്തു മൂന്നാണിമേൽ ക്രൂശിക്കപ്പെടുമ്പോൾ ഇരുമ്പാണികൾ അവന്റെ കൈത്തണ്ടകളിലും കാൽപാദങ്ങളിലും ആഞ്ഞു കയറുമ്പോൾ രക്തം ചീറ്റിത്തെറിക്കുന്നത് കണ്ടവനായി യോഹന്നാൻ അവസാനത്തെ ചങ്കിലെ രക്തം വരെയോ ഭൂമിയിൽ ഊർന്നിറങ്ങുന്നത് ആ കുരിശിന്റെ ചുവട്ടിൽ അമേന മണ്ടരികളിന്മേൽ ആ രക്തം ആഴ്ന്നിറങ്ങുന്നത് ആ കാൽവറിയുടെ പാറമുകളിൽ രക്തത്തുള്ളികൾ ചിതറുന്നത് കണ്ടവനായി യോഹന്നാൻ. ആ യോഹന്നാൻ ആ രക്തത്തിന്റെ സ്മരണയിൽ വിളിച്ചു പറഞ്ഞു, ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി നിന്റെ പാപങ്ങൾ അവൻ മോചിക്കും. നിന്റെ പാപങ്ങൾ അവൻ മോചിക്കും. ഈ രാത്രി പാപങ്ങൾ മോചിച്ചാൽ നീ എഴുന്നേൽക്കും. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും
പാപം കൊണ്ട് ജീവിതത്തിൽ വീണുപോയവരുണ്ടെങ്കിൽ, മദ്യപാനം കൊണ്ട്, വ്യഭിചാരം കൊണ്ട്, ആഭിചാരം കൊണ്ട്, അന്യദൈവ ആരാധന കൊണ്ട്, കൊലപാതകം കൊണ്ട്, പക കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, ഏഷണി കൊണ്ട്, ഏതെങ്കിലുമൊക്കെ പാപപ്രവണതകൾ കൊണ്ട് ജീവിതത്തിൽ വീണുപോയവരാരെങ്കിലും ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടെ അരുമനാഥൻ്റെ സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. യേശുവിൻ്റെ രക്തം പാപങ്ങളെ പോക്കി നിന്നെ ശുദ്ധീകരിക്കുക. അതിൻ്റെ അധികാരം അവനുണ്ട്. ആ രക്തം നിന്റെ മേൽ തളിക്കപ്പെടുമ്പോൾ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീ നീതീകരണം പ്രാപിക്കുമ്പോൾ, യേശുവിലുള്ള വിശ്വാസത്താൽ നീ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമെങ്കിൽ അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കിയെന്ന് ശ്ലീഹായുടെ വചനങ്ങൾ പോലെ ഇന്ന് രാത്രി അവൻ നിനക്കൊരു വിശുദ്ധീകരണത്തെ തരും. അവൻ നിന്റെ പാപങ്ങളെ ഓർക്കുകയില്ല. ഈയം കടലിൽ കെട്ടിത്താഴ്ത്തുന്നത് പോലെ നിന്റെ പാപങ്ങളെ അവൻ എന്നേക്കുമായി മായ്ച്ചു കളയുക. ഈ രാത്രി നിന്റെ പാപങ്ങൾ മോചിക്കും. നീ എഴുന്നേൽക്കുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിൽ ഏറിയ പങ്കിന് പറയുവാനുള്ള സാക്ഷ്യം ഇതാണ്. ഒരു കാലത്ത് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും വീണുപോയവരായിരുന്നു. എത്ര പരിശ്രമിച്ചിട്ട് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിഞ്ഞില്ല. ബുദ്ധിയുണ്ടായിരുന്നോ, സാമർഥ്യമുണ്ടായിരുന്നോ, പാരമ്പര്യ സ്വത്തുക്കളുണ്ടായിരുന്നോ, എങ്കിലും ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എവിടെയോ വന്നുകൂടിയ പാപത്തിൻ്റെ അതീശത്ത് ഞങ്ങളെ താഴ്ത്തി കെട്ടിക്കളഞ്ഞു. എന്നാൽ അരുമനാഥൻ്റെ ദർശനം ഞങ്ങൾ കണ്ടു. കാൽവറിയുടെ വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറഞ്ഞു. ആ പാപബോധത്തിൽ ഞങ്ങൾ വാവിട്ട് നിലവിളിച്ചു. അന്നാളിലേശു ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ചു. അവിടെ തുടങ്ങി ഞങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങി. എഴുന്നേറ്റ ദൈവജനം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, ഓ അവൻ നിങ്ങൾക്ക് നൽകിയ പാപമോചന നിങ്ങളെ എഴുന്നേൽപ്പിച്ചുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അവൻ നിങ്ങൾക്ക് നൽകിയ പാപമോചന നിങ്ങളെ എഴുന്നേൽപ്പിച്ചുവെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിന് സ്തോത്രം. എഴുന്നേക്കാത്തവൻ എല്ലാവർക്കും ഒരു ഭാരമാണ്. എഴുന്നേക്കാത്തവൻ പലർക്കും ഒരു ഭാരമാണ്. രണ്ട്, ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഭാരമുണ്ട്, ഒരു സംഗതിയുണ്ട്. സമയം അവസാനിക്കുമ്പോൾ ഞാൻ ഒരല്പം വേഗതയിൽ പോകട്ടെ. യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം, യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം. ഇവിടെ യേശു രണ്ട് പ്രൊമിനന്റ് പ്രൊവിൻസസിനെ കുറിച്ച് പറയുകയാണ്, ശമരി, ഗലീലയും. എന്നാൽ ആ പ്രൊവിൻസസിന്റെ ഇടയിൽ കൂടെ, പ്രാന്തപ്രദേശങ്ങളിൽ കൂടെ യേശു കടന്നു പോവുകയാണ്. വില്ലേജ്, അവിടെ ഒരു പ്രത്യേക ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ കൂടെ യേശു ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്താണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത? ഒരു പ്രൊവിൻസിനകത്തും ആ ഗ്രാമം ഉൾപ്പെട്ടിട്ടില്ല. ശമര്യയുടെ അടുത്താണ്, പക്ഷെ ശമര്യക്കാർക്ക് അതിനെ വേണ്ട. ഗലീലയുടെ അടുത്താണ്, പക്ഷെ ഗലീലക്കാർക്കും അതിനെ വേണ്ട. ഗലീലയുടെയും ശമര്യയുടെയും ഇടയിലൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു ഗ്രാമം. സ്തോത്രം. ആ ഗ്രാമത്തിൽ കൂടെ യേശു എന്ത് ചെയ്യുക? നടന്നു പോകുകയാണ്. ജീവിതത്തിൽ ചില ഗ്രാമങ്ങളുണ്ട്, ജീവിതത്തിൽ ചില വീടുകൾ, ലോകത്തിൽ ചില വീടുകളുണ്ട്, ലോകത്തിൽ ചില ഗ്രാമങ്ങളുണ്ട്. ആർക്കും വേണ്ടാത്ത വീടുകൾ, ആർക്കും വേണ്ടാത്ത ഗ്രാമങ്ങൾ, ആർക്കും വേണ്ടാത്ത കുടുംബങ്ങൾ. പക്ഷേ യേശു യെരൂശലേമിലേക്ക് പോകുമ്പോൾ ആ ഗ്രാമത്തിൽ കൂടി കടന്നുപോയി. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ഒരുപക്ഷെ ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തവനായിരിക്കും. പക്ഷെ നിന്റെ നടുവിൽ കൂടെ യേശു നടന്നു പോകും. ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, ആ ഗ്രാമത്തിൽ കുഷ്ഠരോഗികളായ 10 പേർ അവന് എതിർപ്പെട്ടു. യഹൂദ്യ സിദ്ധാന്തത്തിൽ, പാരമ്പര്യത്തിൽ ഒരുത്തന് കുഷ്ഠരോഗം പിടിച്ചാൽ അവനെ വീട്ടിൽ കയറ്റത്തില്ല, അവനെ നാട്ടിൽ താമസിക്കത്തില്ല, അവനെ നാട് കടത്തും. അവൻ വിജനമായിരിക്കുന്ന ബിസിനസ്സുകളോ അങ്ങനെ മാന്യതയോ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിൽ അവനെ കൊണ്ടുപോയി ഔട്ട്കാസ്റ്റഡ് വില്ലേജ്, റിജക്റ്റഡ് പീപ്പിൾ. അതുമാണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. ആർക്കും വേണ്ടാത്ത കുറേ പേരും ആർക്കും വേണ്ടാത്ത ഒരു ഗ്രാമം. യേശു അവിടേക്ക് കടന്നുപോയി. ഇന്ന് രാത്രി നീ എന്നെ കേൾക്കുമ്പോൾ, എൻ്റെ പൊന്നു സ്നേഹിത, എല്ലാവരും നിന്നെ തള്ളുമ്പോൾ, എല്ലാവരും നിന്നെ ഔട്ട്കാസ്റ്റ് ചെയ്യുമ്പോൾ,
എല്ലാവരും നിന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ, എല്ലാവരും നിന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഹി വിൽ ബി there. അവൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരും. സ്തോത്രം. യേശു ഗ്രാമത്തിലേക്ക് കടന്നുപോയി എന്നുള്ളതിനെക്കാട്ടിലും അതിൻ്റെ അടുത്ത ഭാഗം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത്, അവിടെ 10 കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. ആ കുഷ്ഠരോഗികൾ അകലെ നിന്ന് നോക്കുമ്പോൾ യേശു അവരുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് കണ്ടു. സാധാരണമായി ഒരുവൻ ആ വഴിയെ കടന്നു പോകുന്നത് കണ്ടാൽ അശുദ്ധൻ 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 എന്ന് ഇവർ ഉറക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? അവർ അവിടെ നിന്ന് മാറിപ്പോകണം. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ അവരങ്ങനെയല്ല പറഞ്ഞത്. അവരവിടെ നിന്ന് ഉറക്കെ വിളിച്ചു, യേശുവേ നായക. അവരുടെ അകത്ത് ഒരു ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു. He is our master. He is our leader. ഇന്ന് രാത്രി എൻ്റെ പൊന്ന് സഹോദര സഹോദരി, oh, he is the leader of the rejected one. He is the captain of the outcasted one. എല്ലാവരും തള്ളിക്കളഞ്ഞവന്റെ നേതാവായി, എല്ലാവരും ഓടിച്ചു വിട്ടവന്റെ നേതാവായി യേശു വരികയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, തൃണവൽക്കരിക്കപ്പെട്ട ഗ്രാമത്തിൽ പുറത്താക്കപ്പെട്ടവനായി നീ എവിടെയോ ഒതുങ്ങിക്കൂടുമ്പോൾ, you have a leader. നിനക്കൊരു നായകനുണ്ട്, നിനക്കൊരു മാസ്റ്റർ ഉണ്ട്. He is Jesus. നിനക്ക് കഴിവില്ലാത്തവരുണ്ട്. നിന്റെ അപ്പന് നിന്നെ ചേർത്ത് പിടിക്കാൻ നാണം കേടായിരിക്കുക. നീ മുറിമൂക്കനായതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് നിന്നോട് അത്ര താല്പര്യമില്ലായിരിക്കുക. നീ ഇരുണ്ടുപോയത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ ആർക്കും നിന്നോട് അത്ര വലിയ ഒരു മഹത്വമില്ലായിരിക്കുക. എവിടെയൊക്കെയോ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നീ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ, നീ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, നീ മാറ്റി നിർത്തപ്പെടുമ്പോൾ, നീ അകറ്റി നിർത്തപ്പെടുമ്പോൾ, യേശു അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, I am your master. ഞെരുക്കങ്ങൾ നിന്നെ ഔട്ട്കാസ്റ്റ് ചെയ്യുമ്പോൾ, ഇല്ലായ്മകൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിനക്കൊരു മാസ്റ്റർ ഉണ്ട്, നിനക്കൊരു നായകനുണ്ട്. അവനാണ് യേശു. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ സാരം, ഈ 10 പേരും യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞു, നായക, ഞങ്ങളോട് കരുണയുണ്ടാകണം. യേശു അവർക്ക് കരുണ നൽകി, അവർക്ക് സൗഖ്യം നൽകി. എന്നാൽ ആ 9 പേരും യഹൂദരായിരുന്നു. അവർക്ക് പള്ളിയിൽ പോകാം, പുരോഹിതനെ കാണാം, കാര്യങ്ങളൊക്കെ പരിഹരിക്കാം, അവർക്ക് വീട്ടിൽ പോകാം. പക്ഷേ ആ ശമരിയക്കാരന് പോകാൻ ഒരിടമില്ലായിരുന്നു. അവൻ മടങ്ങി യേശുവിൻ്റെ മുമ്പിൽ വന്നു. അവൻ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് യേശുവിൻ്റെ മുമ്പാകെ കവിണ്ണു വീണ് അവിടെ കിടക്കുകയാണ്. അവൻ പറയുക, I am an outcasted person. I am a rejected person. Who is there for me? എനിക്ക് ഈ ഭൂമിയിൽ ആരുണ്ട്? എനിക്ക് ആരുമില്ല. യേശു കുനിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞതിൻ്റെ സാരമെന്നറിയോ? എടാ കൊച്ചനെ, നീ ലോകത്തിൽ നോക്കിയാൽ നിനക്ക് ആരുമില്ല, സ്നേഹിതരില്ല, കുടുംബക്കാരില്ല, വീട്ടുകാരില്ല, ആരുമില്ല. പക്ഷെ നീ എഴുന്നേറ്റ് പോകണം. നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. കാരണം നിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, നിനക്ക് എഴുന്നേക്കാൻ കഴിയും. നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കും. നിനക്ക് കുടുംബക്കാരുണ്ടോയെന്ന് നോക്കിയല്ല ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. നിനക്ക് നാട്ടുകാരും വീട്ടുകാരും ഉണ്ടോ എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ദൈവം പറയണം, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാം, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാം. നിനക്കതിന് എന്ത് ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് വിഷയമല്ല. നിന്റെ അകത്തൊരു വിശ്വാസമുണ്ടല്ലോ, അത് മതി എനിക്ക് നിന്നെ എഴുന്നേൽപ്പിക്കാൻ. ഈ രാത്രി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ നിന്റെ ഫിനാൻസ് ഒരു വിഷയമല്ല. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ നിന്റെ ബാക്ക് സപ്പോർട്ട് ഒരു വിഷയമല്ല. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ നിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കർത്താവിനൊരു വിഷയമല്ല. The faith alone, വിശ്വാസം മാത്രം മതി. ഇന്ന് രാത്രി നീ വീണ ഇടത്തുനിന്ന്, നീ തകർന്ന ഇടത്തുനിന്ന്, നീ മുടിഞ്ഞെന്ന് പറഞ്ഞെടുത്ത് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുക. Only by the faith. അപ്പനും അമ്മയില്ലേലും കുഴപ്പമില്ല, വിശ്വാസം ഉണ്ടോ?
കുടുംബക്കാരില്ലേലും കുഴപ്പമില്ല, വിശ്വാസമുണ്ടോ? പണമില്ലേലും കുഴപ്പമില്ല, വിശ്വാസമുണ്ടോ? ഫ്രണ്ട്സ് ഇല്ലേലും കുഴപ്പമില്ല, വിശ്വാസമുണ്ടോ? എഡ്യൂക്കേഷൻ ഇല്ലേലും കുഴപ്പമില്ല, വിശ്വാസമുണ്ടോ? സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വാസമുണ്ടോ? സംഘാടകരില്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വാസമുണ്ടോ? നിനക്ക് ഫണ്ട് റൈസർമാരില്ലെങ്കിലോ കുഴപ്പമില്ല, നിനക്ക് വിശ്വാസമുണ്ടോ? He can raise you up. ഈ രാത്രി ദൈവത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയോ? ഈ രാത്രി കർത്താവിന് നിന്നെ പൊക്കിയെടുക്കാൻ കഴിയോ? അതിനൊരൊറ്റ ക്രൈറ്റീരിയ ഉള്ളോ, അത് നിന്റെ വിശ്വാസമാ. ഇന്ന് രാത്രി കരമുയർത്തി ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നോക്കി പറ, എന്റെ അകത്തൊരു വിശ്വാസമുണ്ട് കർത്താവേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഈ രാത്രി നിന്റെ വിശ്വാസത്തിന്റെ നടുവിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. നീ എഴുന്നേറ്റ് പോ. ആരുമില്ലേലും നീ എഴുന്നേറ്റ് പോ. ഒന്നുമില്ലേലും നീ എഴുന്നേറ്റ് പോ. നിന്റെ അകത്ത് വിശ്വാസമുണ്ട്, അത് മതി. നീ എഴുന്നേറ്റ് പോ. നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുക. ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ തള്ളപ്പെട്ട മനുഷ്യൻ കവിണ്ണു വീണ് കിടക്കുമ്പോ യേശു അവനെ എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽപ്പിച്ചിട്ട് പറയാ, എടാ നിന്റെ കുടുംബം നോക്കിയല്ല ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചത്, നിന്റെ പാരമ്പര്യം നോക്കിയല്ല ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചത്, പക്ഷെ ഞാൻ നിന്റെ അകത്ത് ഒരു വിശ്വാസം കണ്ടോ, അത് മതി നിനക്ക് ജീവിക്കാൻ. ഈ രാത്രി നീ എഴുന്നേക്കും, കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നീ എഴുന്നേക്കും. ഓൺലി ബൈ യുവർ ഫെയ്ത്ത്. ഈ രാത്രി നിന്റെ പണം പോയാലും തിരിച്ചു വരും, കുടുംബക്കാരില്ലെങ്കിലും നിനക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, വിശ്വാസമില്ലെങ്കിൽ നീ പിന്നെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിശ്വാസമില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ടൊരു പ്രയോജനവുമില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ, കഫർനഹൂമിൽ ഒരു മനുഷ്യനെ ചുമ്മിക്കൊണ്ടുവന്നു. കൂടെ വന്ന 4 പേരുണ്ടായിരുന്നു. ആമേൻ. ഈ 4 പേര് ഇവനെ ചുമ്മി ഇവിടെ കൊണ്ടുവന്ന് ഉത്തരം പൊളിച്ച് വീട്ടിലിറക്കിയിട്ട് പോലും ഈ കിടന്നവനൊരു വിശ്വാസം വന്നില്ല. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു കൊണ്ടുവന്നവരുടെ വിശ്വാസം കൊണ്ടെന്ന്. എന്താ അവൻ്റെ അകത്ത് വിശ്വാസം ജനറേറ്റ് ചെയ്യാതിരുന്നത്? അവൻ്റെ അകത്ത് പാപം കിടക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, കാസ്റ്റ് ഔട്ട് ദ സിൻ ആൻഡ് റിസീവ് ദ ഫെയ്ത്ത്. പാപത്തെ തള്ളിക്കള, വിശ്വാസത്തെ പിടിച്ചു കയറ. നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയോ പാപം അതീശത്വം എടുക്കുകയാണ്. കാസ്റ്റ് ഔട്ട് ദ സിൻ, കാസ്റ്റ് ഔട്ട് ദ ഫിയർ ആൻഡ് റിസീവ് ദ ഫെയ്ത്ത്. ഈ രാത്രി പരിശുദ്ധാത്മാവർക്കൊക്കെ ഭയങ്കര വിശ്വാസത്തിന്റെ വരത്തെ നൽകുന്നു. ഐ ക്യാൻ ഫീൽ ഇറ്റ്, ഐ ക്യാൻ സെൻസ് ഇറ്റ്. പരിശുദ്ധാത്മാവ് ചിലരുടെ അവിശ്വാസത്തെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഒരു വിശ്വാസത്തെ അവരുടെ അകത്തേക്ക് ഇൻജക്ട് ചെയ്യുന്നു. ലോകത്തെ ജയിക്കുന്ന ഒരു വിശ്വാസം, മലകളെ നീക്കുന്ന ഒരു വിശ്വാസം, ചെങ്കടലിനെ വിഭജിക്കുന്ന ഒരു വിശ്വാസം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരുടെ മേൽ ഇമ്പാർട്ട് ചെയ്യുന്നു. നീ ഒരു വിശ്വാസ വീരനാകാൻ പോകുന്നു. നീ ഒരു വിശ്വാസ വീരനാകാൻ പോകുന്നു. 16-ാം നൂറ്റാണ്ടിലെ ഉണർവ് വീരന്മാരെ പോലെ, 19-ാം നൂറ്റാണ്ടിലെ അഭിഷക്തന്മാരെ പോലെ പരിശുദ്ധാത്മാവ് ഇതിനകത്തു നിന്ന് ചിലരെ അനോയിന്റ് ചെയ്യുന്നു. വിശ്വാസത്തിന്റെ അഭിഷേകം. അസാധാരണമായ വിശ്വാസത്തിന്റെ വരം, വിശ്വാസത്തിന്റെ അഭിഷേകം ഇതിനകത്ത് ഇപ്പോൾ തന്നെ ചിലരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ വരം ഇതിനകത്ത് ചിലരുടെ മേൽ ഇമ്പാർട്ട് ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ്. ഒരു പ്രതികൂലത്തിലും ആടിയുലയാത്ത വിശ്വാസം, ഒരു കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത വിശ്വാസം, ഒരു ഭൂമി കുലുക്കത്തിലും അടിത്തറ ഇളകാത്ത വിശ്വാസം. പർവ്വതങ്ങൾ കുലുങ്ങിയാലോ, സമുദ്രമധ്യേ വീണാലോ, അതിന്റെ കോപം കൊണ്ട് സമുദ്രം എരച്ചു കലങ്ങിയാലോ കുലുങ്ങി പോകാത്ത ഒരു വിശ്വാസം. സമൺ റിസീവിംഗ് ഇറ്റ്. യേശുവിന്റെ രക്തം. Holy Spirit, Holy Spirit. ജീവിതത്തിൽ എവിടെയൊക്കെയോ വീണുപോയി, ഇന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഞാൻ വിശദീകരിക്കാതെ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. വരുന്ന 2 ദിവസങ്ങളിലും അതിശ്രേഷ്ഠരായ കർത്തൃദാസന്മാരുണ്ട്. വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദീർഘമായി നിങ്ങളോട് സംസാരിക്കും. ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നാൽ ജീവിതത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുക. താബോർ മലയുടെ ഗിരിമുകളിൽ യേശു പ്രാർത്ഥിപ്പാൻ 3 പേരെ കൊണ്ട് കരേറിപ്പോയി.
അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിന്ന മോശയും പ്രവാചകത്വത്തിൻ്റെ ഉച്ചകോടിയിൽ നിന്ന് ഏലിയാവും യേശുവിനോടൊപ്പം ആ താബോർ മലയുടെ മുകളിൽ വന്ന് നിന്ന് സംസാരിച്ചു. അതിനനന്തരം ഒരു സംഭവം നടന്നത് ഇങ്ങനെയാണ്. മത്തായി 17:6 എഴുതിയിരിക്കുന്നത്. മത്തായി 17:6 അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. കർത്താവ് ഇവിടെ എഴുന്നേൽപ്പിക്കുക. ആരെയാ എഴുന്നേൽപ്പിക്കുന്നതെന്നറിയാമോ? ആരെയാ എഴുന്നേൽപ്പിക്കുന്നത്? അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുകയാണ്, കവിണ്ണു വീണവരെ എഴുന്നേൽപ്പിക്കുക. കവിണ്ണു വീണവരെ എഴുന്നേൽപ്പിക്കുക. എന്താണ് അവർ കവിണ്ണു വീണതിൻ്റെ കാരണം? അതിൻ്റെ തൊട്ടുമുകളിൽ പറയുകയാണ്, അവർ ഭയപ്പെട്ട് കവിണ്ണു വീണു. ഭയമാണ് അവരെ വീഴ്ത്തിക്കളഞ്ഞത്. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്? അതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത് കേട്ടിട്ട് ഭയപ്പെട്ടു. അത് കേട്ടിട്ട് ഭയപ്പെട്ടു. അത് നിന്നെ വീഴ്ത്തിക്കളഞ്ഞു. ചിലത് നീ കേട്ടു, ചിലത് നീ കണ്ടു, ചിലത് നീ അറിഞ്ഞു, ചിലത് നീ അനുഭവിച്ചു. അത് നിന്റെ അകത്ത് എന്തിനെ ജനറേറ്റ് ചെയ്തു? ഒരു ഭയത്തെ ജനറേറ്റ് ചെയ്തു. ചില ദുർവർത്തമാനങ്ങൾ നീ കേട്ടു, ചില അപവാദങ്ങൾ നീ കേട്ടു, ചില കെട്ടുകഥകൾ നീ കേട്ടു, നീ പേടിച്ചു. ചില ദുരന്തങ്ങൾ നിന്റെ കുടുംബത്തിൽ നീ കണ്ടു, ചില സങ്കടങ്ങൾ നിന്റെ കൺമുമ്പിൽ നീ കണ്ടു, ചില വേദനകൾ, യാഥാർത്ഥ്യങ്ങൾ നീ അനുഭവിച്ചു, നീ പേടിച്ചുപോയി. പക്ഷെ ഭയപ്പെട്ടവന്റെ അടുക്കലേക്ക് യേശു അടുത്തു ചെന്നു. യേശു അടുത്തു ചെന്നു, തൊട്ടു, അവനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കുക. ജീസസ് ഈസ് ഹിയർ. ഹി ഈസ് വാക്കിംഗ് ഇൻ അവർ മിഡ്സ്റ്റ്. യേശു നമ്മുടെ നടുവിൽ നടക്കുന്നു. യേശു നമ്മുടെ നടുവിൽ നടക്കുന്നു. അവൻ ചിലരുടെ അടുത്തേക്ക് വരുന്നു, അവരെ തൊടുന്നു. എന്നിട്ട് പറയാ, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. നീ എഴുന്നേറ്റേ പറ്റൂ. നീ എഴുന്നേറ്റില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. ആമേൻ. യായിറോസിന്റെ വീട്ടിൽ യേശു ചെന്നു. യേശു ബാലയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ എഴുന്നേൽപ്പിക്കാൻ കാര്യമെന്നറിയാം? അതിൻ്റെ 52-ാം വാക്യം ലൂക്കോസ് 8:54 പറയുക, യേശു അവളെ കൈക്ക് പിടിച്ച് ബാലയെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളെ എഴുന്നേൽപ്പിക്കാൻ കാരണം എന്താണെന്നറിയോ? 52-ാം വാക്യം, എല്ലാവരും അവളെ ചൊല്ലി കരയുകയായിരുന്നു. ജീസസ്, എല്ലാവരും അവളെ ചൊല്ലി കരയുകയായിരുന്നു. നീ എഴുന്നേറ്റില്ലെങ്കിൽ നീ ഒരു കരച്ചിലിൻ്റെ വിഷയമാകും. അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചു പറയാം, നീ ആരെ ചൊല്ലി കരയുന്നോ അവനെ കർത്താവ് ഇന്ന് എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. സ്പിരിച്വലി റൈസിങ്. ആത്മീയമായി ദൈവം ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. പിശാച് തള്ളിയിട്ട ചിലതിനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഭൂതങ്ങൾ തള്ളിയിട്ട ചിലതിനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുക. രോഗത്തിൽ വീണുപോയ ചിലതിനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. സാമ്പത്തിക കടബാധ്യതയിൽ വീണുപോയ ചിലതിനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. God is going to rise you up. ഇന്ന് രാത്രി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. എവിടെയൊക്കെയോ ഭയം കൊണ്ട്, ചില അപമാനങ്ങളും അബദ്ധങ്ങളും പിഴച്ച ഭയങ്ങൾ കൊണ്ട് എവിടെയൊക്കെയോ വീണുപോയതിനെ കർത്താവ് ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ഈ രാത്രി സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. എങ്ങനെയാ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്? എങ്ങനെയാ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്? ഭയപ്പെട്ടവനെ, തകർന്നു പോയവനെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. എങ്ങനെയാ എഴുന്നേൽപ്പിക്കുന്നത്? യേശു അടുത്തേക്ക് ചെന്നോ, യേശു അടുത്തേക്ക് ചെന്നോ, അവനെ തൊട്ടു, യേശു അവളുടെ കൈക്ക് പിടിച്ചോ. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. പീഡയുടെ കൊടുമുടിയായ പത്മോസിന്റെ ഇരുട്ടറയ്ക്കകത്ത് യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശതയിൽ കർത്തൃദിവസത്തിൽ ആരാധിക്കുമ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ തേജോമയനായ ക്രിസ്തു ഇറങ്ങി വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പേടിച്ചു പോയി. ഭയപ്പെട്ട് കവിണ്ണു വീണ് കിടക്കുക യോഹന്നാൻ. ഭയം മൂത്ത് മരിച്ചവനെ പോലെ കിടക്കുക യോഹന്നാൻ. പക്ഷേ ആ മരണത്തിനകത്ത് യോഹന്നാൻ ഒരു കാര്യം കണ്ടു കേട്ടോ. മരിച്ചവനെ പോലെ കിടക്കുമ്പോഴോ യോഹന്നാൻ ഒരു കാര്യം കണ്ടോ? ഇതാ യേശു
തന്റെ അടുക്കലേക്ക് നടന്നു വരുന്നു. യേശു തന്നെ തൊടുന്നു. തൊട്ടിട്ട് പറയുക, യോഹന്നാൻ നീ ഭയപ്പെടണ്ട, ഇതാ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഈ രാത്രി കർത്താവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. സ്ക്വയർ കടന്നു വരിക. ദൈവസന്നിധിയിൽ ജനം ആരാധിക്കാൻ പോവുക. അഭിഷക്തന്മാർ ആരാധിക്കാൻ പോവുക. ഈ സമയം ഇതിനകത്ത് ദൈവം ചിലരെ തൊട്ട് എഴുന്നേൽപ്പിക്കാൻ പോവുക. ഈ രാത്രി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നീ സാമ്പത്തികമായി വീണുപോയവനായിരിക്കാം, നീ നിന്റെ വിദ്യാഭ്യാസത്തിൽ വീണുപോയവനായിരിക്കാം, നീ നിന്റെ ആത്മീയ ജീവിതത്തിൽ വീണുപോയവനായിരിക്കാം, നിന്റെ കുടുംബ ജീവിതത്തിൽ നീ വീണുപോയവനായിരിക്കാം. എവിടെയോ നീ തീർന്നുവെന്ന് പറഞ്ഞ്, തകർന്നുവെന്ന് പറഞ്ഞ്, അവസാനിച്ചുവെന്ന് പറഞ്ഞ് മനുഷ്യനിട്ട ഫുൾ സ്റ്റോപ്പിന്റെ മുമ്പിൽ നീ നിൽക്കുകയാ. മനുഷ്യനിട്ട ഫുൾ സ്റ്റോപ്പിന്റെ മുമ്പിൽ. പക്ഷെ ഈ രാത്രി കർത്താവ് നിന്റെ അടുത്ത് വന്ന് നിന്നെ തൊട്ടിട്ട് പറയാ, എഴുന്നേറ്റേ, എഴുന്നേറ്റേ, നമുക്ക് പോകാം. എഴുന്നേറ്റേ, എഴുന്നേറ്റേ. നീ കൺവെൻഷന് ഒന്നാം രാത്രി കടന്നു വരുമ്പോ നീ എന്താ പറഞ്ഞുകൊണ്ട് വന്നെന്ന് എനിക്കറിയാം. എനിക്കാരുമില്ല കർത്താവേ, ഈ യാത്ര എത്ര നാള് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തുഴയുമെന്ന. പക്ഷെ ഈ രാത്രി കർത്താവ് പറയുന്നു, നീ തിരികെ പോകുമ്പോൾ I will be with you. ഞാൻ നിന്നോട് കൂടെ. ഈ രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു എഴുന്നേൽക്കുവാൻ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ തിരുവെഴുത്തുകളെ ഇരിപ്പിടങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ കരികയൊന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ആ സ്വർഗത്തിലേക്ക് കരവും കണ്ണും ഉയർത്തിയെന്ന് പറഞ്ഞാട്ട്, അപ്പായേ എനിക്കൊന്ന് എഴുന്നേൽക്കണം, എനിക്കൊന്ന് എഴുന്നേൽക്കണം. എൻ്റെ താഴ്ചകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് എനിക്കൊന്ന് എഴുന്നേൽക്കണം. പ്രായമുള്ളവരോ ബലഹീനരോ ഉണ്ടെങ്കിൽ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാട്ടെ. ആൽത്തോരിയ മനസ്സരാതിരാതിയ. ഇന്ന് പകൽ കർത്താവ് ലിറ്ററലി ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുക. രോഗം കൊണ്ട് എഴുന്നേക്കാൻ പറ്റാതെ പോയത്, വീഴ്ച കൊണ്ട് എതിരെ എഴുന്നേക്കാൻ പറ്റാതെ പോയത്, ഫിനാൻഷ്യൽ ഫോളിങ്സ്, സ്പിരിച്വൽ ഫോളിങ്സ്, ഇന്ന് രാത്രി നീ എവിടെയൊക്കെ ഒതുങ്ങിപ്പോയെങ്കിലോ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. കൃപ ലഭിച്ച ദൈവജനം അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങട്ടെ. കൃപ ലഭിച്ച ദൈവജനം അതരങ്ങളെ തുറന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് പുറപ്പെട്ടു വരുന്ന പാളിക്കത്തുന്ന ഒരു തീ പോലെ, വിരിയപ്പെട്ട ചിറകുകൾ പോലെ, വീശിപ്പറക്കുന്ന കൊടുങ്കാറ്റ് പോലെ, ആളിക്കത്തുന്ന തീ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഒരു മഞ്ഞ് പെയ്യുന്നത് പോലെ, മാരി പെയ്യുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തേക്ക് ഇറങ്ങി വരികയാ. തളർന്നവനെ, കുനിഞ്ഞവനെ, വീണവനെ എഴുന്നേൽപ്പിക്കുക. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ദൈവിക സാന്നിധ്യം അറിയുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ. ദൈവിക കൃപ അനുഭവിക്കുന്നവർ അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ. പെന്തക്കോസ്തിന്റെ അടയാളം അഭിഷേകമാണ്. പെന്തക്കോസ്തിന്റെ അഭിമാനം അത് അന്യഭാഷയാണ്. I am proud to be a Pentecost. I am proud to speak in tongues. ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതിൽ അഭിമാനിക്കുന്നു. ഞാനൊരു പെന്തക്കോസ്തുകാരനായതിൽ അഭിമാനിക്കുന്നു. കർത്താവേ, ഈ ജനം എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് വലിയ 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 കൂട്ടങ്ങളായി എഴുന്നേൽക്കട്ടെ. അസ്ഥി കഷണങ്ങൾ പോലെ ചിതറിപ്പോയവർ ഇതിനകത്തൊരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. ഇനിയും ഇവൻ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് ഇവൻ എഴുന്നേൽക്കട്ടെ. 1260 ദിവസം പ്രവചിച്ച സാക്ഷികൾ സൊദോം ഗൊമോറ എന്ന ആത്മീകമായി വിളിക്കപ്പെടുന്ന യെരൂശലേമിൽ മരിച്ചു കിടന്നു. എന്നാൽ 3.5 ദിവസം കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് കാലൂന്നി നിന്നു. അവർ സ്വർഗത്തിലേക്ക് കയറിപ്പോ. ഈ രാത്രി കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുക. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം മഹോപദ്രവകാലത്തിന്റെ അവസാനത്തിലെ സംഭവത്തെ യോഹന്നാൻ പ്രവചിക്കുകയാണ്. 2 സാക്ഷികൾ, വരം ലഭിച്ച സാക്ഷികൾ, ഒലിവ് വൃക്ഷങ്ങളും നിലവിളക്കുകളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന അഭിഷക്തന്മാർ. പക്ഷെ ലോകം അവരെ കൊന്നു. യെരൂശലേമിന്റെ തെരുവീതിയിൽ അവരെ കൊന്നിട്ടു.
അവരുടെ ശവം കുഴിച്ചിട്ട് പോലുമില്ല. 3.5 ദിവസം ലോകത്തിന്റെ സകല ബ്രോഡ്കാസ്റ്റിംഗ് കണ്ണുകളും നോക്കിക്കൊണ്ടിരിക്കെ ആ ശവം യെരൂശലേമിന്റെ നടുത്തരിവിൽ കിടന്നു. എന്നാൽ 3.5 ദിവസം കഴിയുമ്പോൾ ആ ശവങ്ങൾ രണ്ടും എഴുന്നേറ്റ് നിന്നു. ആരാ എഴുന്നേൽപ്പിച്ചത്? ഞാൻ പറയും, സ്വർഗത്തിലെ കരമാണ് എഴുന്നേൽപ്പിച്ചത്. 3.5 ദിവസം പഴകിയ ശവത്തെ എഴുന്നേൽപ്പിച്ചുവെന്ന്, 4 ദിവസം മായ ലാസറിനെ എഴുന്നേൽപ്പിച്ചുവെന്ന്, നയീൻ പട്ടണത്തിലെ വിധവയുടെ മഞ്ചത്തിലിരുന്ന മകനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഈ രാത്രി നിന്റെ വിഷയത്തെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയത്തില്ലായോ? പരിശുദ്ധാത്മാവ് തൊടുന്നു, ദൈവ സാന്നിധ്യം തൊടുന്നു. ഇതിനകത്ത് അഭിഷക്തന്മാരുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളൊരു ആൾട്ടർ കോൾ ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അസാധാരണ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ചങ്ങലയൊന്ന് പൊട്ടിക്കണം, എനിക്ക് എന്റെ ആമത്തിൽ നിന്നൊന്ന് പുറത്തു വരണം, ആ പത്രോസിന്റെ ചങ്ങല അഴിഞ്ഞതുപോലെ എനിക്കൊന്ന് എഴുന്നേക്കണം. ഇന്ന് രാത്രി ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യത്തോടെ വിശ്വാസത്തോടെ കടന്നു വാ. We are here for you. ഞങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുകയാണ്. ഞങ്ങൾ ഈ രാത്രി ഇതിനകത്ത് ശുശ്രൂഷിക്കുകയാണ്. നിന്റെ ചങ്ങലകളെ അഴിക്കാൻ, നിന്റെ യാമങ്ങളെ തകർക്കാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിനകത്ത് നിന്നുകൊണ്ട് It's time of your deliverance. It's time of your redemption. യേശുവിന്റെ രക്തം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഓ, പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരെ തൊടുന്നു. രോഗികൾ കൂട്ട സൗഖ്യം പ്രാപിക്കട്ടെ. ശാപങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ.